സംഘർഷങ്ങൾക്കും വിവാദങ്ങൾക്കുമിടയിൽ നവകേരള സദസ്സിന് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സമാപനം. CPMന്റെ രാഷ്ട്രീയ പ്രചരണ പരിപാടി മാത്രമായിരുന്നു നവകേരള സദസ്സെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നവകേരള സദസ്സുകളിൽ ലഭിച്ച പരാതികളുടെ തുടർ നടപടികൾ ഏറെ നിർണായകമാണ്. അതിനിടെ സമാപന വേദിയിലേക്ക് BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച 36 ദിവസം നീണ്ട നവകേരള സദസ്സിന് തിരുവനന്തപുരത്ത് സമാപനമാകുമ്പോൾ ഈ പര്യടനം കൊണ്ട് ജനങ്ങൾക്കും നാടിനും എന്ത് നേട്ടമുണ്ടായി എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഭരണപരവും രാഷ്ട്രീയപരവുമായി നേട്ടമുണ്ടായതായാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ CPMന്റെ രാഷ്ട്രീയ പ്രചാരണ പരിപാടി മാത്രമായിരുന്നു നവകേരള സദസ്സെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സംസ്ഥാനത്തിന്റെ നില മെച്ചപ്പെടുത്താൻ യാത്രയ്ക്ക് കഴിഞ്ഞോ എന്ന ചോദ്യവും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. മാത്രമല്ല, കരിങ്കുടി പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കുമിടയിലാണ് നവകേരള സദസ്സ് സമാപിച്ചത്. പ്രതിഷേധം മുന്നിൽ കണ്ട് KPCC ഓഫീസിന് മുന്നിലൂടെയുള്ള യാത്ര മുഖ്യമന്ത്രിയും സംഘവും ഒഴിവാക്കിയിരുന്നു. സമാപന വേദിയിലേക്ക് BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ചവരെ കയ്യേറ്റം ചെയ്തത് ജീവൻ രക്ഷാ ദൌത്യമാണെന്ന് മുഖ്യമന്ത്രി ന്യായീകരിച്ചു. അതിനിടെ നവകേരള യാത്രയിൽ ലഭിച്ച പരാതികളിൽ സർക്കാർ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നതും ഏറെ നിർണായകമാണ്. ജനം, തിരുവനന്തപുരം.